അപ്പോൾ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചോദ്യമാണോ ചോദിക്കുന്നത് ആ ചോദ്യത്തിൽ നിന്ന് തുടങ്ങി ആ ചോദ്യം നമ്മൾ എവിടെയാണോ അവസാനിപ്പിക്കുന്നത് അതിൽ നിന്ന് തുടങ്ങി മറുപടി പറഞ്ഞു പോകുന്ന ആളാണ് പിണറായി വിജയൻ. അതുകൊണ്ട് മുഖ്യമന്ത്രി ബാവിട്ട് പറഞ്ഞതല്ല, കൈവിട്ടു പോയതല്ല, അങ്ങനെ കൈവിട്ടു പോകുന്ന നേതാവല്ല പിണറായി വിജയൻ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ബോധപൂർവ്വം പറഞ്ഞതാണ്. ഇനി ആരെയാണ് പറഞ്ഞതെന്ന് നമുക്ക് അറിയില്ല. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. എന്തായാലും സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് അത് തന്നെയാണ്, ആരെയാണ് പേരെടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു പ്രതിരോധത്തിൽ തന്നെയാണ് ഭരണപക്ഷം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സേഫ്, നാളെയാണ് അവസാനിക്കേണ്ടിയിരുന്നത് നിയമസഭാ സമ്മേളനം. ചില സ്വകാര്യ ബില്ലുകളൊക്കെ പരിഗണിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് സമ്മേളനം അവസാനിപ്പിക്കാനുള്ള നീക്കമാണെങ്കിൽ ആ ബില്ലുകളൊക്കെ ഇന്ന് തന്നെ പരിഗണിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷം അതിനോടൊന്നും സഹകരിക്കില്ല എന്ന് കൂടി വ്യക്തമായതാണ്. അങ്ങനെയാണെങ്കിൽ അല്പസമയം കൂടി ഈ ഒരു പ്രതിപക്ഷ പ്രതിഷേധം സഭയിൽ തുടരും. ഒരുപക്ഷെ പിന്നീടൊരു വോക്കൌട്ടിനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകുമല്ലേ? അതെ, വാക്കൗട്ട് ആയിരിക്കില്ല ജിൽസി, അത് ബഹിഷ്കരണമാവാനാണ് സാധ്യത. കാരണം വാക്കൗട്ട് നടത്തി കഴിഞ്ഞാൽ തിരിച്ച് വരണം. അതുകൊണ്ട് ബഹിഷ്കരണത്തിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. പ്രതിപക്ഷം ഒരു കാരണവശാലും സഹകരിക്കില്ല, സഭാ നടപടികളുമായി ഞങ്ങൾ സഹകരിക്കില്ല എന്ന നിലപാട് അവർ പ്രതിപക്ഷ നേതാവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. ഇന്ന് അദ്ദേഹം വീണ്ടും സഭയിൽ ഫ്ലോറിൽ തന്നെ ആ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ബഹിഷ്കരണത്തിലേക്ക് പോവുകയും പിന്നീട് ബില്ലുകളുടെ പരിഗണനയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യും. നാളെ പരിഗണിക്കേണ്ട ബില്ലുകൾ കൂടി ഇന്ന് പരിഗണിച്ച് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുക എന്നുള്ളതാണ് നിലവിൽ സർക്കാർ തലത്തിൽ ഉണ്ടായിരിക്കുന്ന ധാരണ. അത് അങ്ങനെ തന്നെ സംഭവിക്കാനാണ് സാധ്യത. കാരണം നാളെ വെള്ളിയാഴ്ചയാണ്, നാളെ അപരാഹ്ന സമ്മേളനമാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ നാളെ പരിഗണിക്കേണ്ട ബില്ലുകൾ കൂടി ഇന്ന് പരിഗണിച്ച് അത് സഭ അവസാനിപ്പിക്കാം എന്നുള്ള നിലപാടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അത് ഔദ്യോഗികമായിട്ട് തീരുമാനിച്ചിട്ടില്ല. ഒരുപക്ഷെ അല്പസമയം കഴിയുമ്പോഴത്തേക്ക് സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് അത് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനമായിട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട്. ജിൽസി, ശരി. എന്തായാലും സഭയിൽ ചോദ്യോത്തരവേള ഇപ്പോഴും അവസാനിച്ചിട്ടില്ല, തുടരുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ സമരവും അതേപടി തുടരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ സ്പീക്കറെ മറച്ചുകൊണ്ട് ബാനർ പിടിക്കാൻ സ്പീക്കർ ഇന്ന് സമ്മതിച്ചില്ല. ഇന്ന് സ്പീക്കർ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചിരുന്നു, വളരെ അഗ്രസീവായിട്ടാണ് എത്തിയത്. ഇന്നലത്തെ പോലെയല്ല, കൃത്യമായിട്ട് ഈ കളിയൊന്നും ഇവിടെ നടപ്പാകില്ല എന്ന് പറയുന്ന രീതിയിൽ അതിന് അംഗങ്ങളെ അതത് സീറ്റിലിരിക്കാൻ നിർബന്ധിച്ച് വടിയെടുത്തുകൊണ്ടാണ് സ്പീക്കർ രാവിലെ തന്നെ എത്തിയത്. എല്ലാ അംഗങ്ങളോട് അതത് സീറ്റിലിരിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. പിന്നീട് ആ ബാനർ ഉയർത്തിയപ്പോൾ വളരെ അഗ്രസീവായിട്ട് തന്നെയാണ് പ്രതികരിച്ചത്. വാച്ചൻവാണിനോട് പെട്ടെന്ന് അത് എടുത്ത് മാറ്റാൻ പറഞ്ഞു, അങ്ങനെ പിടിക്കരുത്, വാച്ചൻവാണിനോട് വേഗത്തിൽ ഇടപെടാൻ പറയുന്നു. പക്ഷെ ആദ്യത്തെ 2 ദിവസം അങ്ങനെ ഒരു അഗ്രസീവ് സ്റ്റൈലിലേക്ക് അദ്ദേഹം പോയിരുന്നില്ല. ഇന്ന് പക്ഷെ കുറെ കൂടി ഒരു നേരിട്ട് ഏറ്റുമുട്ടാനുള്ള, അല്ലെങ്കിൽ കുറെ കൂടി ഒരു നേരത്തെ ജിൽസി പറഞ്ഞ ഒരു കണിശനായ ഹെഡ് മാസ്റ്ററെ പോലെയാണ് അദ്ദേഹം പെരുമാറിയത്. മാത്രമല്ല, ഈ വനിതാ വാച്ചൻ വാർഡിനെ പ്രതിപക്ഷം ആക്രമിക്കുന്നത് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ നമ്മൾ ഭരണപക്ഷത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. MP രാജേഷാണ് ആ ഒരു ആരോപണം ഉന്നയിച്ചത്. പിന്നെ നജീബ് കാന്തപുരം വാച്ചൻ വാർഡായിട്ട് ഉന്തും നള്ളും ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സഭ ഇപ്പോഴും പ്രക്ഷുബ്ധമാണ്, നടുത്തളത്തിൽ ഇറങ്ങി വലിയ പ്രതിഷേധം പ്രതിപക്ഷം ഇപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലും സഭാ നടപടികൾ ചോദ്യോത്തരവേള തുടരുന്നത് തന്നെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ഇനി എന്ത് സംഭവിക്കുന്നത് കൂടി അറിയണം, അതും പ്രധാനപ്പെട്ട ആകാംക്ഷയാണ്. നടുത്തളത്തിൽ ഇരുന്ന മുദ്രാവാക്യം വിളി തുടരുകയാണ് പ്രതിപക്ഷം. ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നീക്കങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നതാണ് ഉറ്റുനോക്കേണ്ടത്. കഴിഞ്ഞ 3 ദിവസവും പ്രതിപക്ഷം ഇതേ രീതിയാണ് തുടർന്നത്. അത് തന്നെയാണ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. തുടക്കത്തിൽ സ്വാഭാവികമായി പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം ഉണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഒരു തരത്തിലും ഈ സഭയുമായി ഞങ്ങൾ സഹകരിക്കുന്നില്ല, വലിയ ഗൗരവതരത്തിലുള്ള ഒരു വിഷയമാണ് സ്വർണ്ണപ്പാളി മോഷണം പോയി എന്ന വിഷയം, അതിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ഉണ്ടാകുന്നത് വരെ സഹകരിക്കുന്നില്ല എന്ന് ആവർത്തിച്ചു. അതിൽ ഭരണപക്ഷത്തെ ന്യായീകരിക്കുന്നത് മന്ത്രി ഗണേഷ് കുമാറാണ്. അദ്ദേഹം പറയുന്നത് ഹൈക്കോടതി പ്രഖ്യാപിച്ച അന്വേഷണം പോരെങ്കിൽ അത് കോടതിയിൽ തന്നെ പോകണം, ഇവിടെ സഭയിൽ കിടന്ന് പ്രശ്നമുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഹൈക്കോടതി പ്രഖ്യാപിച്ച അന്വേഷണത്തിന് മുകളിൽ മറ്റൊരു അന്വേഷണം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്ക് അധികാരമില്ല എന്ന് പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധം കൂടിയാണ് KB ഗണേഷ് കുമാർ ഈ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറയുന്നത്. മാത്രമല്ല, ഹൈക്കോടതി അന്വേഷണം പോരെന്നാണ് പ്രതിപക്ഷം പറയുന്നതെങ്കിൽ അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിക്ക് അവകാശമില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ പ്രതിപക്ഷം ഈ സഭ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധം? അത് ജനങ്ങളെ അടക്കം വിഡ്ഢികളാക്കുന്ന രീതിയാണ് തുടങ്ങിയ ആരോപണങ്ങൾ കൂടിയാണ് അവിടെ KB ഗണേഷ് കുമാർ നിയമസഭയിൽ ഉയർത്തുന്നത്. എന്തായാലും എല്ലാ തരത്തിലുള്ള ആരോപണങ്ങൾക്കിടയിലും ഭരണപക്ഷത്തിന്റെ ആക്ഷേപങ്ങൾക്കിടയിലും പ്രതിപക്ഷം അവിടെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം മുൻ ദിവസങ്ങളിലൊക്കെ സ്വീകരിച്ചതുപോലെ തന്നെ സഭാ നടപടികളെ പൂർണ്ണമായും നിസ്സഹകരിച്ചുകൊണ്ടുള്ള സമരം പ്രതിഷേധമാണ് ഇപ്പോൾ നിയമസഭയുടെ നടുത്തളത്തിൽ അരങ്ങേറുന്നത്. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവർ അമ്പലം വിഴുങ്ങികൾ എന്ന ബാനറായിരുന്നു കഴിഞ്ഞ 3 ദിവസവും പ്രതിപക്ഷം ഉയർത്തിയിരുന്നതെങ്കിൽ ഇന്ന്
ബാനറിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അയ്യപ്പന്റെ സ്വർണം ചെമ്പാക്കിയ LDF രാസവിദ്യ എന്നതാണ് ഇന്ന് ബാനറിൽ കാണുന്നത്. ഇപ്പോൾ പ്രതിപക്ഷം പുറത്തെടുത്തിരിക്കുന്ന ഒരു ടാക്ടിക്സ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് സഭയിൽ പൂർണ്ണമായും നിസ്സഹകരിക്കുക, അതായത് സഭാ നടപടികളുമായി ഒരു തരത്തിലും സഹകരിക്കാതിരിക്കുക. ഒപ്പം തന്നെ പുറത്ത് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഓഫീസിലേക്ക് നടത്തിയ സമരം നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലേക്ക്, ഒപ്പം തന്നെ പത്തനംതിട്ടയിൽ ഒരു സമര സംഗമമുണ്ട്. അപ്പോൾ സഭയ്ക്ക് പുറത്ത് സമരങ്ങൾ ശക്തമാക്കുക, സഭയ്ക്ക് അകത്താണെങ്കിൽ ഒരു നിസ്സഹകരണ സമരം. ആ രീതിയാണ്, ആ ഒരു സ്ട്രാറ്റജിയാണ് എടുത്തത്. സേഫ് സൈനുണ്ട്. സേഫ, ഇത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള ഒരു സമരം തുടരുകയാണ്. ഈ ബാനറൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ബാനർ പിടിച്ചുകൊണ്ട് തന്നെയാണോ പ്രതിഷേധം? എന്തൊക്കെ നടക്കുന്നു ഇപ്പോൾ സഭയിൽ? പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന പോലെ തന്നെ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാത്ത ഒരു കാര്യം ഇന്ന് സഭയിൽ കാണുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് വാച്ച് ആൻഡ് വാർഡിനെ നമുക്ക് നടുത്തളത്തിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വാച്ച് ആൻഡ് വാർഡിനെ സ്പീക്കർ വിളിച്ചിരുന്നില്ല. വാച്ച് ആൻഡ് വാർഡ് അവിടെ ഉണ്ടാവും, പക്ഷേ നടുത്തളത്തിലേക്ക് അവർ ഇറങ്ങുന്ന സമയത്ത് വാച്ച് ആൻഡ് വാർഡ് അങ്ങനെ സ്പീക്കറുടെ ഡയസിന് മുന്നിലേക്ക് അങ്ങനെ വരാറില്ല. ഇന്ന് പക്ഷേ സ്പീക്കർ കുറച്ച് കടുത്ത നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്, പ്രതിപക്ഷം പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസവും നമ്മൾ അങ്ങനെ തന്നെയാണ് കണ്ടത്. ഇന്ന് പക്ഷേ ബാനർ ഉയർത്തി പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ സ്പീക്കർ വാച്ച് ആൻഡ് വാർഡിന് നിർദ്ദേശം നൽകുന്നുണ്ട്. നിങ്ങൾ ആ ബാനർ പിടിച്ചു വാങ്ങൂ എന്നുള്ള നിർദ്ദേശം സ്പീക്കർ AN ഷംസീർ വാച്ച് ആൻഡ് വാർഡിന് നൽകുന്നുണ്ടായിരുന്നു. അത് ഒരു തവണയല്ല, 4 തവണ അദ്ദേഹം പറയുകയുണ്ടായി. അതോടുകൂടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് താഴ്ത്തി അത് പിടിക്കുന്നുണ്ട്. പക്ഷെ ബാനർ ഉയർത്തി പിടിക്കുന്നുണ്ട്, അതേസമയം തന്നെ കുറച്ച് താഴ്ത്തി പിടിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഫ്ലോറിൽ നിന്ന് കാണാൻ കഴിയുന്ന കാര്യം. ഒരു വിട്ടുവീഴ്ചയ്ക്കൊന്നും തയ്യാറല്ല. ഏതെങ്കിലും തരത്തിലൊരു പ്രതിഷേധ സ്വഭാവത്തിൽ ഒരു കുറവും പ്രതിപക്ഷം വരുത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ചോദ്യോത്തരവേള സാധാരണഗതിയിൽ ഇങ്ങനെ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ചോദ്യോത്തരവേള നിർത്തിവെച്ച് കക്ഷി നേതാക്കളുമായി ചർച്ച നടത്തി അത് പരിഹരിച്ച് സഭയിൽ ഫ്ലോറുമായി സഹകരിക്കണം എന്നുള്ള അഭ്യർത്ഥനയൊക്കെ സ്പീക്കർ മുന്നോട്ട് വെക്കുന്നതാണ്. പക്ഷേ സ്പീക്കർ കഴിഞ്ഞ 3 ദിവസവും ചർച്ചയ്ക്ക് വിളിച്ചില്ല. അതിൽ പ്രതിപക്ഷത്തിന് കുറച്ച് പ്രശ്നമുണ്ട്. ഫ്ലോർ നിർത്തിവെച്ചിട്ട് എന്തുകൊണ്ട് ചർച്ചയ്ക്ക് വിളിച്ചില്ല എന്നുള്ള പ്രതിഷേധമൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ട്. പക്ഷേ സ്പീക്കർ അങ്ങനെ വിളിക്കേണ്ടതില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അത് സർക്കാരിന്റെ നിലപാട് കൂടി ആയിരിക്കാം. ഒരു പക്ഷേ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് പോലും പ്രതിപക്ഷം സഹകരിക്കാതിരിക്കുന്നത് കൊണ്ട് അവരുമായി ഇനി ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കേണ്ടതില്ല എന്നുള്ള നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും സ്പീക്കറുടെ ഭാഗത്ത് നിന്നും